ഹാഷ്ക, ഇപ്പോൾ കുറേ നമ്മൾ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചർച്ചകൾ നടന്നപ്പോൾ ഒരുപാട് പദങ്ങൾ, പുതിയ പുതിയ മലയാള വേർഡുകൾ, ഇതൊക്കെ ഇങ്ങനെ വന്ന് ഇപ്പോൾ ഒരു പുതിയൊരു വാക്ക് മനോഗതിയിൽ. മനോഗതിയിൽ അത് മനുഷ്യനോട് ചോദിക്കുന്ന അതേ മനോഗതിയിൽ ജിന്നിനോട് ചോദിക്കുന്നത് ശിർക്കാണോ? അത് ഇപ്പോഴത്തെ പുതിയ അന്വേഷണമാണ്. അപ്പോൾ അത് ശിർക്കാണോ അല്ലേ? വീണ്ടും ഇങ്ങനെ അതിൻ്റെ ഒരു ശിർക്ക് എങ്ങനെ ആണ്, അല്ലെങ്കിൽ അത് ശിർക്കല്ലാതാക്കാൻ എന്തൊക്കെ വഴികളുണ്ട്, അത് തേടിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ പുതിയൊരു വാദമാണ് മനോഗതി. മനുഷ്യനോട് ചോദിക്കുന്ന മനോഗതിയിൽ ജിന്നിനോട് ചോദിക്കുമ്പോൾ ശിർക്കാകുന്നില്ല. പുതിയ ഒരു കണ്ടെത്തൽ പഴയ തന്നെ, പക്ഷെ പുതിയ കുപ്പിയിൽ പഴയ വീഞ്ഞ് നിറച്ച്. അതെ, പുതിയ അല്ല, പഴയ വിഷം പുതിയ കുപ്പിയിൽ, അങ്ങനെ വേണമെങ്കിൽ പറയാം. പഴയ വിഷം കുപ്പി, പഴയ വിഷക്കുപ്പി പുതിയ ഇത് നിറച്ചിരിക്കും. അപ്പോൾ ഓക്കെ, അതിലിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ പ്രശ്നം സാധാരണ മനുഷ്യനോട് ചോദിക്കുന്ന അതേ മനോഗതിയിൽ ജിന്നുകളോട് സഹായം ചോദിച്ചാൽ ശിർക്കാകുമോ എന്നാണ് ഇപ്പോൾ ചോദ്യം. ഇതന്നെ കുഫറാണ്. കാരണം സാധാരണ മനുഷ്യനോട് ചോദിക്കുന്ന അതേ മനോഗതിയിൽ ജിന്നുകളോട് ചോദിക്കാൻ പറ്റൂല എന്ന് വിശ്വസിക്കലാണല്ലോ ഈമാൻ. അതെ, കാരണം അള്ളാഹ് പറയാണ്, ഇന്നഹു യറാക്കും ഹുവ വഖബീലുഹു മിൻ ഹൈസു ലാ തറൗനഹു. നിങ്ങളും അവനെ കാണാത്ത വിധത്തിൽ അവനും അവൻ്റെ കബീലും അവൻ്റെ വർഗവും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു. നമ്മളെ വിശ്വാസമാണ്. നമ്മൾ കാണാത്ത വിധത്തിൽ ജിന്നുകൾ നമ്മളെ കാണുന്നു, നമ്മളെ കേൾക്കുന്നു, നമ്മളെ നിരീക്ഷിക്കുന്നു, നമ്മളെ വഴിപഴപ്പിക്കുന്നു. ഇത് നടക്കുന്നുണ്ട് എന്നത് ഈമാനാണ്, വിശ്വാസമാണ്. ആ ജീവിയെ, ആ ആലമുൽ ഗൈബിലുള്ള ഗൈബിയായ ആ ജീവിയെ എന്ന് പറഞ്ഞാൽ ഗൈബിനെ മാനിമൂലി കൊടുത്തതെന്ന് വായിച്ചാൽ മതി. ബുദ്ധി കൊണ്ടോ അനുഭവം കൊണ്ടോ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടോ ഒന്നും മനുഷ്യന് മനസ്സിലാക്കാൻ പറ്റാത്ത ജീവവർഗം, അതാണ് ജിന്ന് എന്ന് പറഞ്ഞാൽ. മാനിമൗലവി ഗൈബിനെ അങ്ങനെയാണ് വ്യാഖ്യാനിച്ചിട്ടുള്ളത്. മാനിമൗലവി വ്യാഖ്യാനിച്ചില്ലെങ്കിലും ഗൈബിനെ പറ്റി പഠിക്കുന്ന എല്ലാവർക്കും അറിയാലോ. എന്താണ് ഗൈബ്? അല്ലദീന യുഅ്മിനൂന ബിൽ ഗൈബ്. ഗൈബിൽ വിശ്വസിക്കുന്നവരെന്ന് പറഞ്ഞാൽ ഈ പരലോകം, ഖബർ ശിക്ഷ, ബർസഖ്, ജിന്ന്, ഷെയ്ത്താൻ, മലക്ക്, ഇതൊക്കെ ഗൈബാണ്. ഇതൊക്കെ നമ്മൾ വിശ്വസിക്കുകയാണ്. ആ സാധനത്തിനെ പറ്റി ചോദിക്കാൻ സാധാരണ മനുഷ്യനോട് ചോദിക്കുന്ന മനോഗതിയിൽ ജിന്നിനോട് ചോദിച്ചാൽ, അപ്പോൾ ഒന്നില്ലെങ്കിൽ ആ മനോഗതി ഉണ്ടാവുക ആർക്കായിരിക്കും? ഒരു ഭ്രാന്തുള്ള ആൾക്കായിരിക്കും, അല്ലെങ്കിൽ ശിർക്കുള്ള ആൾക്കായിരിക്കും. ഭ്രാന്തുള്ള ആളാണ് താൻ കാണാത്ത, കേൾക്കാത്ത, തൊടാത്ത, മണക്കാത്ത, സ്പർശിക്കാത്ത, തൻ്റെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് ഒരിക്കലും അനുഭവവേദ്യമല്ലാത്തൊരു സൃഷ്ടിനെ എങ്ങനെ നോക്കുന്നു? താൻ കാണുന്ന, അറിയുന്ന, കേൾക്കുന്ന, സ്പർശിക്കുന്ന, തൊടുന്ന, തനിക്ക് ആക്സസ് ഉള്ള മനുഷ്യനെ, മറ്റൊരു ജീവനുള്ള മനുഷ്യനെ കാണുന്നത് പോലെ ഈ ഗൈബിനോട് ഇടപെടുന്നു എന്ന് പറഞ്ഞാൽ തന്നെ അത് കുഫറാണ്. അതന്നെ കുഫറായി. അപ്പോൾ ആ ചോദ്യം തന്നെ ഭീമാബദ്ധാണ്. സാധാരണ മനുഷ്യനോട് ചോദിക്കുന്ന അതേ മനോഗതിയിൽ ജിന്നിനോട് ചോദിച്ചാൽ അങ്ങനെ കഴിയില്ല. നമുക്ക് എപ്പോഴാണ് ഈ ഇതിനെ കാണാൻ തന്നെ പറ്റുന്നത്, അനുഭവവേദ്യമാകുന്നത് എപ്പോഴാണ്? സൂറത്ത് ഖാഫ് 22-23 ഒന്ന് പഠിച്ചാൽ മതി. ലഖദ് കുൻത ഫീ ഗഫ്ലത്തിൻ മിൻ ഹാദാ ഫകശഫ്നാ അൻക ഇദാഅക ഫബസറുക യൗമ ഹദീദ് വഖാല ഖരീനുഹു ഹാദാ മാ ലദയ്യ അതീദ് എന്ന് പറയുന്നല്ലോ. അതായത് അവിടെ വെച്ചിട്ടാണ് അവൻ്റെ കണ്ണിൻ്റെ മൂടി അല്ല നീക്കും. അപ്പോഴാണ് കരീനെ കാണാം. അപ്പോൾ ഇവിടെ മലക്കായിട്ടുള്ള കരീനെ പറ്റിയിട്ടാണ് സംസാരിക്കുന്നത്. അവിടെ ആ മൂടി നീക്കുമ്പോഴാണ് സ്വന്തം കരീൻ, ശൈത്താനിൽ നിന്നുള്ള സ്വന്തം കരീനെ എപ്പോഴേ കാണൂ? ആ മൂടി നിൽക്കും. ആയത്ത് പറയുന്നത് മലക്കുകളിൽ നിന്നുള്ള കരീനെ കാണുന്ന കഥയാണ് പറഞ്ഞത്. പക്ഷെ അതോടെ ഇപ്പോൾ തന്നെ ഇൻക്ലൂഡാണ്. ശൈത്താനിൽപ്പെട്ട കരീനെ എപ്പോഴും കാണാൻ പറ്റുമോ? മനുഷ്യൻ മരിച്ചതിന് ശേഷം മനുഷ്യൻ്റെ മുൻപിലുള്ള ഒരു മൂടി, മറ അള്ളാഹു നീക്കും. ഫബസറുഖല്ലീമഹദീദ്, അപ്പോൾ അവൻ്റെ കണ്ണ് മൂർച്ചയുള്ളതാകും. ഇവിടുത്തെ ദുനിയാവിലെ കാഴ്ച മാറി മറ്റൊരു കാഴ്ചയിലേക്ക് അവന് വരും. അപ്പോഴാണ് ഈ സൃഷ്ടിനെ കാണാൻ പറ്റുക. ആ സൃഷ്ടിനെ എങ്ങനെയൊക്കെ കാണാൻ പറ്റുമെന്ന് ഖുർആനും ഹദീസും പഠിപ്പിച്ചിട്ട് ഒരു മുസ്ലിം വിഷം ചോദിക്കുകയാണ്, ഒരു മുസ്ലിം ദഅവാ വിഷം ചോദിക്കുകയാണ്. എന്ത്? മനുഷ്യനോട് ചോദിക്കുന്ന, സാധാരണ മനുഷ്യനോട് ചോദിക്കുന്ന അതേ മനോഗതിയിൽ ജിന്നിനോട് ചോദിച്ചാൽ ആ ചോദ്യം ശിർക്കാവുമോ എന്ന് ചോദിക്കാണ്. അപ്പോൾ അത് എന്തുമാത്രം അബദ്ധമാണ്. ഇനി മാത്രമല്ല, തൊട്ടടുത്തൊരു ജിന്നുണ്ടെങ്കിലോ അപ്പോഴും ഈ മനോഗതിയിൽ ചോദിക്കാൻ പാടുണ്ടോ? തൊട്ടടുത്ത് ജിന്നുണ്ടെങ്കിലും മലക്കുണ്ടെങ്കിലും നമ്മളെ സംബന്ധിച്ച് ഗായിബാണ്. ഗായിബിൽ നിന്ന് ഇങ്ങോട്ട് ഒന്ന് കിട്ടാൻ അള്ളാഹു എന്ത് ചെയ്തില്ല? ചോദിച്ച് വാങ്ങാൻ അള്ളാഹു ഒരു ആക്സസ് ഉണ്ടാക്കിയിട്ടില്ല.
ഇത് എന്തിനാണ് ഇത് പോയി അവസാനം എന്താവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ മനുഷ്യനോട് ചോദിക്കുന്ന മനോഗതിയിൽ ചോദിച്ചാൽ പല ചോദ്യങ്ങളും ശിർക്കാവില്ല എന്നൊരു ഉത്തരത്തിലേക്ക് ഈ സമൂഹത്തിൻ്റെ ഈ വിഷം ഉണ്ടല്ലോ, ഈ വിഷം പ്രചരിപ്പിക്കുന്ന സമൂഹത്തിൻ്റെ ഏതോ ഒരു തലമുറ എത്തിപ്പെടും. അവരാകെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യാം, ചോദ്യം ശിർക്കാവണമെങ്കിൽ സാധാരണ മനുഷ്യനോട് ചോദിക്കുന്ന മനോഗതിയിൽ ചോദിച്ചാൽ മതി. ആ മനോഗതി മാറുമ്പോഴാണ് പ്രശ്നം. അങ്ങനെ അവരെന്ത് ചെയ്യും, ഇപ്പം ജിന്നിനെ സ്ഥാപിച്ച പോലെ ഏത് ജിന്നിനാണ് ഇപ്പോൾ അവർ കൊണ്ടുപോയി ചോദിച്ച ശിർക്കാരെന്ന് പറഞ്ഞാൽ മനുഷ്യനെ ഒരിക്കലും കാണാൻ കഴിയില്ല, കേൾക്കാൻ കഴിയില്ല, അറിയാൻ പറ്റില്ല, പഞ്ചേന്ദ്രിയത്തിന് അതിന് ശാസ്ത്രം വളർന്നാലും അറിയാൻ പറ്റില്ല, ഉപകരണങ്ങൾ വെച്ചറിയാൻ പറ്റില്ല, അനുഭവം വെച്ചറിയാൻ പറ്റില്ല, ഒന്നിട്ട് നിലക്കും പിടികിട്ടാത്ത കേവലം വിശ്വാസം മാത്രമുള്ളൊരു സാധനത്തിന് മരിച്ച മനുഷ്യൻ്റെ ഒരു കണ്ണിൻ്റെ മൂടി അല്ല നീക്കുമ്പോൾ അപ്പോഴത്തെ കാഴ്ച അല്ല കൊടുക്കുന്ന വേറെ കാഴ്ച, ആ കാഴ്ചയിലൂടെ മാത്രമേ കാണാൻ പറ്റൂ എന്ന് പറഞ്ഞ് സൃഷ്ടിനെ പറ്റിയിട്ട് ഇപ്പോൾ അവർ വിചാരിക്കുന്നത് സാധാരണ മനുഷ്യനോട് ചോദിക്കുന്ന മനോഗതത്തിൽ ചോദിച്ചാൽ. അപ്പോൾ ഫോക്കസ് ചെയ്യപ്പെട്ട ലാസ്റ്റ് എന്താണെന്നറിയോ, സാധാരണ മനുഷ്യനോട് ചോദിക്കുന്ന മനോഗത അതുണ്ടായാൽ മതിയെന്ന്. അത് മെല്ലെ റൂഹിൻ്റെ അടുത്തേക്ക് പോകും. റൂഹിനോടും സാധാരണ മനുഷ്യനോട് ചോദിക്കുന്ന മനോഗതിയിൽ ചോദിച്ചാൽ അപ്പോൾ അങ്ങനെ ശിർക്കാവും എന്ന് നമ്മളെ നെയ്യത്ത് മാറിയിട്ടില്ലല്ലോ. ജിന്നിനോട് ചോദിച്ചാൽ ശിർക്കാവാത്തതേ നെയ്യത്ത്, മലക്കിനോട് ചോദിച്ചാൽ ശിർക്കാവാത്തതേ നെയ്യത്ത്. അതിങ്ങനെ മെല്ലെ റൂഹിലേക്ക് പോയാൽ മതി. അപ്പോൾ റൂഹ് ഇവിടെ ജീവിച്ചിരിപ്പുണ്ടല്ലോ, ഈ ലോകത്തിൽ റൂഹ് ജീവിച്ചിരിപ്പുണ്ടല്ലോ, വിശ്രമ ജീവിതം നയിക്കുകയാണെങ്കിൽ അവിടെ ഉണ്ടല്ലോ. നമ്മൾ തെറ്റിയാൽ തന്നെ എന്ത്, നമ്മൾ സാധാരണ മനുഷ്യന് ചോദിക്കുന്ന ഒരു മനോഗതിയിൽ തന്നെയല്ലേ ചോദിച്ചിട്ടുള്ളത്. ഈ ഇതിലേക്ക് ഇപ്പോൾ ഇവർ പോവില്ല, ഈ വിഭാഗം പോവില്ല. പക്ഷെ ഈ വിഷം ആളുണ്ടല്ലോ, വിഷത്തിൻ്റെ ടീമുണ്ടല്ലോ, ആ വിഷ ടീമുകൾ ഇനി ഭാവിയിലും കുറേ വിഷങ്ങൾ വരാനുണ്ടല്ലോ. അത് കൈമാറി ഒരു തലമുറ അങ്ങോട്ട് പോകും. അതിനുള്ള ചോദ്യമാണ് ഈ ചോദ്യം. ഇത് ചോദിക്കാൻ തന്നെ പാടില്ല. കാരണം ആദ്യം തന്നെ നമ്മൾ മനുഷ്യരെ പഠിപ്പിക്കേണ്ട, സുഹൃത്തെ നിനക്ക് ജിന്നുമായിട്ട് സാധാരണ മനുഷ്യനോട് ചോദിക്കുന്ന പോലെ ചോദിക്കാൻ ഇടപെടാൻ കഴിയില്ല, ആക്സസ് ഇല്ല നിനക്ക് എന്ന് പഠിപ്പിക്കേണ്ട ആൾക്കാർ ചോദിച്ചാൽ എന്താണ് അത് കിട്ടുമോന്നാണ്. അപ്പോൾ തൊട്ടടുത്ത് വന്നാൽ അതാണ് ലജന, നമ്മുടെ ഫത്വയിൽ കാണാലോ, അമ്മൽ ജിന്നു ഫഹ്കുമ ഹാദിരിഹിം ഖായിബിൻ ലാ യജൂസുൽ ഇസ്തിആനതു ബിഹിം ഫി ശൈഇൻ മിനൽ അഷ്യാ. ജിന്നുകളോട് ഒരു നിലക്കും സഹായം ചോദിക്കാൻ പാടില്ല. കാരണം അവ ഹാജറുണ്ടെങ്കിലും അവയുടെ വിധി ഖായിബിൻ്റെ വിധിയാണ്. എന്നിട്ടാണ് ലി ഖൗലില്ലാഹി തആല, കാരണം അള്ളാഹുവിൻ്റെ വചനമുണ്ട്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. ഇതാണ് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന അള്ളാഹിൻ്റെ വചനത്തിനെതിരാണ് ഏത്, ജിന്നുകളോട് സഹായം തേടൽ എന്നുള്ള ജനതായും പറഞ്ഞു. ആ ജിന്ന് തൊട്ടടുത്ത് ഹാജറുണ്ടെങ്കിലും അതിൻ്റെ ഹുക്കും മനുഷ്യനെ സംബന്ധിച്ച് എന്താണ്, ഇതിൻ്റെ ഹുക്കുമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും മനുഷ്യന് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇത് മനുഷ്യന് ഒരിക്കലും മനസ്സിലാവില്ല എന്ന് പിന്നെ ആര് പഠിപ്പിക്കാം, അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുക, അത് മനസ്സിലാക്കിയ പണ്ഡിതന്മാർ പഠിപ്പിക്കുക, സലഫി ലോകം പഠിപ്പിക്കുക. ഇത് അവിടെ നിന്നിട്ട് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുക, മനുഷ്യനോട് സാധാരണ മനുഷ്യനോട് ചോദിക്കുന്ന അതേ മനോഗതത്തിൽ ചോദിച്ചാൽ ശിർക്കാവോ, എങ്ങനെയെങ്കിലും ഇത് ശിർക്കല്ലാണ്ട് കിട്ടണം. അതാണ് നെയ്യത്ത്. അതാണ് ഞാൻ പറഞ്ഞത്. വിസ്തക്കാർ അതിലേക്ക് ചേക്കേറിയവർ മുഴുവൻ ഇത് ശിർക്കല്ല എന്ന് വിശ്വസിച്ചിട്ട് മരിച്ചാൽ മതി എന്ന നെയ്യത്തിലാണ് ഈ വിഷം ഇറങ്ങിയിട്ടുള്ളത്. അത് ഫൈസൽ മുസ്ലിയാരും ഇപ്പോഴത്തെ ഈ മീഡിയ വിഷം ഉണ്ടല്ലോ, ആ വിഷവും ഒക്കെ നടക്കണ എന്തിനാണ്, ഈ വിസ്തക്കാരെ ഈ ശിർക്കിൽ മരിപ്പിക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. നമ്മളിത് പറയുന്നത് എന്തുകൊണ്ടാണ്, ആ ശിർക്കിൽ അവർ മരിക്കരുതെന്നുള്ളതുകൊണ്ടാണ്. ഞാൻ അതിനെന്ത് വ്യാഖ്യാനിച്ചോട്ടെ, നമ്മളെപ്പറ്റി എന്ത് തെറിയും വിളിച്ചോട്ടെ, പക്ഷെ നമ്മളെ നെയ്യത്ത് നമുക്കറിയാലോ, ഒരു വിസ്തക്കാരനെങ്കിലും ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണെന്ന് വിശ്വസിച്ച് മാറണം. അവൻ വിസ്തത്തിൽ നിന്നോട്ടെ, എവിടെ വേണമെങ്കിലും നിന്നോട്ടെ, പക്ഷേ ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന് വിശ്വസിച്ചിട്ട് അവൻ മരിക്കരുത്. ഞാൻ വിളിച്ചാൽ ജിന്ന് ഉത്തരം ചെയ്യും എന്ന് വിചാരിച്ചിട്ട് അവൻ മരിക്കരുത്. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നോക്കൂ, ഞാൻ ഈ വിഷയത്തിൽ ലജന ദായിമയുടെ ഒരു ഫത്വ പിന്നെ 18,255 നമ്പറിലുള്ള ഒരു ഫത്വ ലജന ദായിമയുടെ ഇതിൽ നോക്കിയാൽ കാണാം. അതിൽ ചോദിക്കുകയാണ്, നസ്അലു ഫളീലത്തുക്കും അനിൽ അഹാദീസ് അല്ലത്തി സ്വഹത്ത് അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ തഖ്രീജിൽ ജിന്ന് പിന്നെ മനുഷ്യനിൽ നിന്ന് ജിന്നിനെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് നബിയിൽ നിന്ന് പ്രത്യേകമായ വല്ല ഹദീസും വന്നിട്ടുണ്ടോ? വഅൻ ഹുക്കുമിൽ ഇസ്തിആനത്ത് ബിൽ ജിന്നി ഫിൽ മുബാഹായ കാര്യങ്ങളിൽ ജിന്നിനോട് സഹായം തേടുന്നതിനെ സംബന്ധിച്ച് വിധി എന്താണ്? വമാ മുദ്ദ സിഹത്തി മാ യുൻഖലു അൻ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ഫി ഹാദൽ മൗദൂ. ഈ വിഷയത്തിൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹയിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ട വല്ല അഭിപ്രായം ഉണ്ടോ? ഇബ്നു തൈമിയ്യയുടെ പേരിൽ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് ജിന്നിനോട് സഹായം തേടുന്നത് മുബാഹായ കാര്യത്തിലാണെങ്കിൽ അത് ശിർക്കല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്, അനുവദനീയാണെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുള്ള പ്രചരണം പറമ്പ് ലോകത്തുണ്ട്. ഇബ്നു തൈമിയ്യയുടെ ചില കിതാബുകളിൽ അതുണ്ട് എന്ന് അവകാശപ്പെടാറുണ്ട്. അപ്പോൾ അതിനെ പറ്റിയിട്ടാണ് ചോദ്യം. അപ്പോൾ അതിനെ പറ്റിയിട്ട് ലജന ദായിമ കൊടുക്കുന്ന മറുപടിയാണ്, ലാ നഅലമു ഹദീസൻ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാസൻ ലി തഖരീജിൽ ജിന്നി മിനൽ ഇൻസാൻ. മനുഷ്യനിൽ നിന്ന് ജിന്നിനെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട്
നബിയിൽ നിന്നൊരു ഹദീസ്, അതുമായി ബന്ധപ്പെട്ട് ഖാസായിട്ടുള്ള ഒരു ഹദീസ് ലാ നഅലമു, നമുക്കറിയില്ല എന്നാണ് രചനാദായ്മ പറയുന്നത്. വലാകിന്നൽ മുസാബ ബിൽ ജിന്നി യുആലിജു ബിൽ ഖുർആൻ വബി റുഖിയ്യത്തി ശരഇയ്യ. എന്നാൽ ജിന്ന് ബാധ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടത്? ഖുർആൻ കൊണ്ടും റുഖിയ ശരഇയ്യ കൊണ്ടും ചികിത്സിക്കുകയാണ് വേണ്ടത്. കമാ കാന സലഫു യഫ്അലൂന ദാലിക, അപ്രകാരമാണ് സലഫുകൾ ചെയ്തിട്ടുള്ളത്. മർക്കസ് ഉസ്താദ് പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ഏരിയയാണ്. പിശാചിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഖുർആൻ ഓതി റുഖിയ ശരഇയ്യ ചെയ്ത് മന്ത്രിച്ച് അവരെന്തെങ്കിലും ചികിത്സിക്കണം, ഇത് ചെയ്യണം എന്നാണ്, അതാണ് സലഫുകൾ നടപടി എന്നാണ് പറയുന്നത്. എന്നിട്ട് അടുത്ത പറയുന്നത് വലാ യജൂസുൽ ഇസ്തിആനത്തു ബിൽ ജിന്നി വൽ ഗായിബീൻ, ജിന്നുകളോടും ഗായിബീങ്ങളോടും സഹായം തേടൽ അനുവദനീയമല്ല. ലിഅന്ന ദാലിക മിന ശിർക്ക്, കാരണം അത് ശിർക്കാണ്. വലാ നഅലമു കലാമൻ സ്വരീഹൻ ലി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ബി ജവാസി ദാലിക, ഇബ്നു തൈമിയ്യ ഇത് ജായിസാക്കിയിട്ടുള്ളത് നമുക്കറിയില്ല. അങ്ങനെ ഒരു കലാം ഇബ്നു തൈമിയിൽ നിന്ന് സ്വരീഹായി വന്നിട്ടുള്ളത് നമുക്കറിയില്ല, ശരിയായ രൂപത്തിൽ വന്നത് നമുക്കറിയില്ല. ലജ്ന ദായിമ പറയാം. അപ്പോൾ ഇവിടുത്തെ ചോദ്യം എന്താ? മുബാഹായ കാര്യത്തിൽ ജിന്നിനോട് സഹായം തേടുന്നത് പിന്നെ തേടുന്നതിൻ്റെ ഹുക്കും എന്താണ്? എന്താ മുബാഹായ കാര്യം? വെള്ളം തരൂ. മനുഷ്യനോട് മനുഷ്യൻ ചോദിച്ചാൽ ഹലാലായ കാര്യം, എനിക്കൊരു ഗ്ലാസ് വെള്ളം തരൂ, എനിക്ക് ഒരു ലിഫ്റ്റ് തരൂ, എൻ്റെ കൈ പിടിച്ചൊന്ന് എഴുന്നേൽപ്പിക്കൂ, എനിക്ക് ഭക്ഷണം തരൂ, എനിക്ക് ചികിത്സക്ക് ആവശ്യമായ സഹായം ചെയ്യും. ഇങ്ങനെ മുബാഹായ കാര്യം ഉണ്ടല്ലോ, അനുവദനീയ കാര്യം. മനുഷ്യനോട് മനുഷ്യൻ ചോദിച്ചാൽ അനുവദനീയമായ കാര്യം ജിന്നുകളോട് ചോദിച്ചാൽ അതിൻ്റെ വിധി എന്താണ് എന്ന് ചോദിച്ചപ്പോൾ ലജ്നദായിമ കൊടുക്കുന്ന മറുപടി എന്താ? വലാ യജൂസുൽ ഇസ്തിആനത്തും ബിൽ ജിന്നി വൽ ഗായിബീൻ, ജിന്നുകളോടും ഗായിബീങ്ങളോടും സഹായം തേടാൻ അനുവദനീയമല്ല. എന്തുകൊണ്ടാണ് അനുവദനീയമല്ലാത്തത്? വസീലത്ത് ശിർക്കായണ്ടല്ല. ലിഅന്ന ദാലിക മിന ശിർക്ക്, അത് ശിർക്കിൽപ്പെട്ടതാണ്. നിശ്ചയമായിട്ടും അത് ശിർക്കിൽപ്പെട്ടതാണ്. അതുകൊണ്ടാണ്, ശിർക്കാണ്, അതുകൊണ്ട് ചോദിക്കാൻ പാടില്ല. ലജ്നദായിമ ഇത് ജായിസാക്കി ഇബ്നു തൈമിയ്യയുടെ ഒരു ഫത്വ പറയില്ല. അപ്പോൾ എന്തായി? മനുഷ്യനോട് ചോദിക്കുന്ന അതേ മനോഗതിയിൽ, എന്ന് വെച്ചാൽ മുബാഹായ കാര്യങ്ങൾ മനുഷ്യനോട് ചോദിക്കൽ മുബാഹാണല്ലോ, മനുഷ്യനോട് ചോദിക്കുന്ന അതേ മനോഗതിയിൽ ചോദിച്ചാൽ അതിൻ്റെ വിധി എന്താ? ലജ്നദായിമ പറയുന്നു, മുബാഹായ കാര്യങ്ങൾ മനുഷ്യനോട് ചോദിച്ചാൽ, ഹലാലായ കാര്യങ്ങൾ ജിന്നിനോട് ചോദിച്ചാലോ അതും ശിർക്കാണ്. കാരണം എന്താ? ഇവർ മനസ്സിലാക്കേണ്ട പ്രശ്നം എന്താ? ഇവരുടെ മനോഗതിയിൽ ജിന്ന് മനുഷ്യൻ്റെ പോലെ എഴുത്ത് ശബ്ദം കേൾക്കുന്നു, എഴുത്തുണ്ട്, അവന് കഴിവുണ്ട് എന്ന് ഇവരങ്ങോട്ട് വിശ്വസിച്ചാൽ ശിർക്കല്ല എന്നാണോ ഇവർ വിചാരിക്കുന്നത്? ഇത് ഇതേപോലെ മൊഹീദ്ദീൻ ഷെയ്ഖിനെ സംബന്ധിച്ച്, മരിച്ചുപോയ മഹാത്മാക്കളെ സംബന്ധിച്ച്, അവരെൻ്റെ തൊട്ടടുത്തുണ്ട്, ശബ്ദം കേൾക്കുന്ന പരിധിയിലുണ്ട്, അവർക്ക് അള്ളാഹ് കൊടുത്ത മനുഷ്യന് കൊടുത്ത കഴിവെന്ന് ചോദിച്ചാൽ മതി, അള്ളാഹ്ക്ക് മാത്രം ഖാസായ കഴിവെന്ന് ചോദിക്കണ്ട എന്നൊക്കെ വിചാരിച്ച് ചോദിച്ചാൽ ഒരാൾ നിയ്യത്ത് ചെയ്താലോ അപ്പോൾ ശിർക്കാണ്. കാരണം എന്താ? നിങ്ങളിങ്ങനെ വിചാരിക്കാന്നല്ലാതെ അവിടെ ഒരു സംഗതി ഇല്ല, അതിനെ സബബാക്കിയിട്ടില്ല. ഇത് തന്നെയാണ് ജിന്നിൻ്റെ കാര്യത്തിലും. ജിന്ന് ശബ്ദം കേൾക്കുന്ന പരിധിയിലുണ്ടായിക്കോട്ടെ, മലക്ക് ശബ്ദം കേൾക്കുന്ന പരിധിയിലുണ്ടായിക്കോട്ടെ, അവർ ശബ്ദം കേൾക്കുന്ന പരിധിയിലുണ്ടായാലും അവർ ഹാളിറിൻ്റെ ഹുക്കുമിലേക്ക് വരില്ല, ഇബിൻ്റെ ഹുക്കുമിലാണ്. ഇബിൻ്റെ ഹുക്കുമിലാകുന്നതോടുകൂടി അവർക്ക് ഇങ്ങോട്ട് ആക്സസ് ഇല്ല. വെള്ളം തരാനും പറ്റില്ല, അവർക്ക് കൈക്കോട്ടും തരാൻ പറ്റില്ല, വെട്ടോത്തിയും തരാൻ പറ്റില്ല, ഒരു ചുക്കും അവർക്ക് ചെയ്യാൻ പറ്റില്ല. സാധാരണ മനോഗതിയിൽ ചോദിക്കുന്ന ചോദ്യം ഉണ്ടല്ലോ, ആ മനുഷ്യനോട് ചോദിക്കുന്ന മനോഗതിയിൽ ചോദിക്കുന്നത്, അത് ചോദിച്ചാൽ ഇങ്ങോട്ട് കിട്ടൂല, ആക്സസ് ഇല്ല, കിട്ടില്ല. അല്ലെങ്കിൽ അവർ പറയട്ടെ കിട്ടും, കാണിച്ചായിട്ട് അവർക്ക് സിമ്പിളായി കാണിക്കാമല്ലോ. ഇതാ ഞങ്ങൾ എന്ത് ചെയ്യാം, ജിന്നുകളിൽ നിന്ന് ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ച് കാണിച്ചു തരാം എന്ന് കാണിച്ചെന്ന് ഇഷ്ടക്കാരൻ, ഒരു ഗ്ലാസ് പച്ചവെള്ളം വാങ്ങിച്ച് കാണിച്ചിട്ട് ഇത് ഉണ്ടോ? അപ്പോൾ പറയും ഞങ്ങൾ ചോദിക്കൂല, ഞങ്ങളത് വസീലത്തിൻ്റെ ശിർക്കെന്ന് വിശ്വസിക്കുന്നവരാണ് എന്ന് പറയും. എവിടെ കൂട്ടരെ നിങ്ങൾ അങ്ങനെ വിശ്വസിച്ചോ? ചോദിച്ചെങ്കിൽ ഇത് കിട്ടുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടല്ലോ. അല്ല ബാസിൽ പറഞ്ഞത് മനുഷ്യനെ ജിന്നുകൾക്ക് സഹായിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് റിപ്പോർട്ടർ ചാനലിൽ. അപ്പോൾ ഇവർ വിശ്വസിക്കുന്നുണ്ട്, ചോദിച്ചാൽ കിട്ടും, പക്ഷെ ഞങ്ങൾ ചോദിക്കൂല, ഞങ്ങൾ പിന്നെ സുന്നികളും നിങ്ങളും തമ്മിൽ വ്യത്യാസമില്ലല്ലോ എന്ന് റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞല്ല, അവർ ചോദിക്കാൻ ജായിസാക്കി ഞങ്ങൾ ഹറാമാക്കി. അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ട് തമ്മിൽ. ശിർക്കല്ല എന്നുള്ളതിൽ രണ്ടുകൂട്ടർ ഒരേപോലെ. അല്ല ഞാൻ പറയുന്നത്, അപ്പം മുബാഹായ കാര്യത്തിൽ സഹായം തേടിയാൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അനുവദനീയമായ കാര്യങ്ങൾ, പടച്ചവനക്ക് മാത്രം കഴിയുന്ന രോഗശമനം, സ്വർഗം തേടൽ, നരകത്തിൻ്റെ രക്ഷപ്പെടുത്തിക്കാൻ പടച്ചവന് മാത്രം ചോദിക്കാൻ പാടുള്ള കാര്യമല്ല ഇവിടെ ചോദിക്കുന്നത്. മുബാഹായ കാര്യം മനുഷ്യനോട് ചോദിച്ചാൽ അനുവദനീയമായ കാര്യത്തിൽ ജിന്നിനോട് സഹായം തോന്നിക്കുന്ന വിധി എന്താ? അതിനെപ്പറ്റി ലജ്നദായിമ പറയുന്നു, ലിഅന്ന ദാലിക മിന ശിർക്ക്, അത് ശിർക്കിൽപ്പെട്ടതാണ്. വലാ നഅലമു കലാമൻ സ്വരീഹൻ ലി ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ ബി ജവാസി ദാലിക, ഇബ്നു തൈമിയ്യ അത് ജായിസാക്കിയിട്ടുള്ള, അനുവദനീയാക്കിയിട്ടുള്ള ഒരു കലാമ് ഞങ്ങൾക്ക് സ്വരീഹായിട്ട് കിട്ടിയിട്ടില്ല, ഞങ്ങൾക്കറിയില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. ഗായിബായിരിക്കുന്ന കാലത്തോളം, അതാണ് പോയിന്റ്, വിസ്ഡം പറയേണ്ട പോയിന്റ് അതാണ്. ഗായിബായിരിക്കുന്ന കാലത്തോളം ജിന്നിനോടും മലക്കിനോടും സഹായം തേടിയാൽ ശിർക്കാണ്. ഒന്ന് ഗായിബാണ്, ഗായിബിനോട് തേടൽ ശിർക്കാണ്. രണ്ട്, അവർക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഇങ്ങോട്ട് ഉത്തരം നൽകാൻ പറ്റൂല, ആക്സസ് ഇല്ല. അല്ലെങ്കിൽ തെളിയിക്ക്, ഖുർആൻ കൊണ്ടോ ഹദീസ് കൊണ്ടോ തെളിക്കൂ. ഇതാ ഒരു മനുഷ്യൻ സാധാരണ മനുഷ്യനോട് ചോദിക്കുന്ന മനോഗതിയിൽ ഗായിബിനോട് ചോദിച്ചു, അപ്പോൾ ഗായിബ് അയാൾക്ക് ചോദിച്ച കാര്യം കൊടുത്തു, സാധാരണ മനുഷ്യർക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യം കൊടുത്തു. ഇതിനൊരു തെളിവ് ഖുർആനിൽ നിന്ന് ഹദീസിനെ കൊണ്ട്.
ഉലമാക്കൾ പറഞ്ഞതാണോ പ്രമാണം? ഉലമാക്കൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടാവും? ജിന്നും മനുഷ്യനും തമ്മിൽ ബന്ധപ്പെട്ട് മനുഷ്യപ്പെണ്ണ് ഗർഭിണിയായി പ്രസവിച്ച് പുറത്ത് വന്ന കുട്ടി ജിന്നും കുട്ടിയോ മനുഷ്യക്കുട്ടിയോ എന്നറിയില്ല, ആ അവസ്ഥയിലായി എന്നൊക്കെ പലതും പറഞ്ഞിട്ടുണ്ടാവും. മാത്രമല്ല ഈ പിന്നെ നായയും സ്ത്രീയും തമ്മിൽ ബന്ധപ്പെട്ട, എന്നിട്ട് സ്ത്രീ ഗർഭിണിയായിട്ട് ആ പിന്നെ കുട്ടി പുറത്തേക്ക് വന്നാൽ ആ കുട്ടിയെ തൊട്ടാൽ പിന്നെ 7 പ്രാവശ്യം കഴുകണോ വേണ്ടേ എന്ന ഹുക്കുമ് ഡിസ്കസ് ചെയ്ത പണ്ഡിതന്മാരുണ്ട്. അപ്പോൾ കുറേ പണ്ഡിതന്മാർ പറഞ്ഞു അത് പിന്നെ നനഞ്ഞ അവസ്ഥയിൽ ആ ഇമാമിനെ പിന്തുടരാൻ പറ്റും. അയാൾ പള്ളിയിലെ ഇമാമുമായി ഹാളിയായി, ആ ഇമാമിനെ പിന്തുടരാൻ പറ്റുമെന്ന് വെച്ചപ്പോഴാണ് ഹുക്കുമ് പറയാണ് നനഞ്ഞ അവസ്ഥയിൽ തൊടലെന്താണ് പറ്റൂല, ഉണങ്ങിയ അവസ്ഥയിൽ അയാളെ തൊടാൻ. ഇതൊക്കെ ഉലമാക്കളെ ഹുക്കുമാണ്, ഇതിലൊന്നും പോണ്ട. ഇത് ഗൈബിയായ വിഷയമാണ്, ഉലമാക്കൾക്ക് അവകാശമില്ല. ഇത് പറയാൻ അവകാശം അള്ളാഹുവിനും റസൂലിനുള്ളൂ. അള്ളാഹു റസൂൽ നമ്മളോട് കാര്യം പഠിപ്പിച്ചു, ജിന്നുകൾക്ക് മലക്കുകൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ആക്സസ് ഉണ്ട്. മലക്കുകൾ നിങ്ങൾക്ക് നന്മ ചെയ്തു തരും, ജിന്നുകൾ നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാക്കും. ഇത് നിങ്ങൾ വിശ്വസിക്കണം. നമ്മൾ വിശ്വസിച്ചു. എന്നിട്ട് അള്ളാഹ് നമ്മോട് പറഞ്ഞു നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ആക്സസ് ഇല്ല. അത് വിശ്വാസം മാത്രമല്ല, അനുഭവം കൂടിയാണ്. അങ്ങനെ ഇല്ല, അതിൽ ആക്സസ് ഇല്ല എന്നുള്ളത് അനുഭവമാണ്, വിശ്വാസമാണ്. നിരീശ്വരവാദിക്ക് വിശ്വാസമില്ല, അനുഭവമാണ്. അപ്പോൾ അവനെന്ത് ചെയ്യും? അങ്ങനൊരു സാധനം ഇല്ല, അനുഭവം ഇല്ലാത്തതുകൊണ്ട്. നമ്മൾ പറയും അനുഭവമില്ല, പക്ഷേ നിരീശ്വരവാദിയെ പോലെ ഞങ്ങൾ നിഷേധിക്കുന്നില്ല, കാരണം അള്ളാഹു റസൂൽ പറഞ്ഞിട്ടുണ്ടെന്ന്. അതുകൊണ്ട് നമ്മൾ അംഗീകരിക്കുന്നു. ഇത് വകതിരിച്ചറിയാനുള്ള കോമൺ സെൻസ് ഇവർക്കില്ലാതെ പോയല്ലോ എന്നതാണ് ഏറ്റവും ഗൗരവത്തുള്ളൂ. അപ്പോൾ അതിലാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളെങ്ങനെ ഇതിനെ ലൈറ്റാക്കിയിട്ടും കാര്യമില്ല. ഇപ്പോൾ വേറെ പല ചോദ്യം ചോദിക്കുമല്ലോ, ഈ പിന്നെ അള്ളാഹുവിനോട് ജിന്നിനോട് ചോദിക്കാണ്, ജിന്നെ എൻ്റെ ക്ലോസറ്റ് വൃത്തിയാക്കിത്താ, ജിന്നെ എൻ്റെ ബട്ടൺ പൊട്ടിത്താ എന്നൊക്കെ ചോദിച്ചാൽ അത് അള്ളാഹുവിനോട് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? അള്ളാഹിനോട് ചോദിക്കാൻ പാടില്ലല്ലോ. അള്ളാഹിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അത് പടച്ചോനെ നിന്ദിക്കലാണ്. അങ്ങനെ ഞാൻ ചോദിക്കട്ടെ, പടച്ചോൻ അത് മൊയ്തീൻ ഷേഖിനോട് ചോദിച്ചാലോ? മൊയ്തീൻ ഷേഖെ എനിക്ക് ബട്ടൺ ഇട്ടതാ ഷർട്ടിൻ്റെ, എൻ്റെ ബാത്റൂം വൃത്തിയാക്കിത്താ എന്നൊരാൾ മൊയ്തീൻ ഷേഖ് ചെയ്തു തരും എന്ന് വിശ്വസിച്ചിട്ട് അയാൾ സഹായം തേടിയാൽ ചിർക്കാണോ? അല്ലേ, ചിർക്കാണ്. എന്നോട് ചിർക്ക ഈ ദുആ ആണ്. അല്ലെങ്കിൽ പിന്നെ അത് ദുആ അല്ല എന്ന് പറയണം, അപ്പോൾ ചുരുക്കമല്ലാണ്ടാവും. ഭയങ്കര ഒപ്പിക്കലാണ്. എന്നുവെച്ചാൽ അള്ളാഹിനോട് ഇങ്ങനെ ഒരാൾ ചോദിക്കാണ്, അള്ളാഹുവേ എൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺ ഇട്ട് തരൂ എന്ന് പറഞ്ഞാൽ ദുആ ആണോ? ഇഷ്ടക്കാരൻ ചോദിക്കുന്നു. ഇപ്പോൾ ദുആ ആയിട്ടാണ് ചെയ്തെങ്കിൽ ദുആ ആണ്. ഒരാൾ ദുആ ആയിട്ടും നെയ്യത്തിലാണ് ചെയ്തെങ്കിൽ ദുആ ആണ്. പക്ഷെ അതെന്താണ്? തെറ്റാണ്. ആ ദുആ പാടില്ലാത്ത ദുആ ആണ്. ഇപ്പോൾ ഒരാൾ പഠിച്ചോ എനിക്ക് വ്യഭിചരിക്കാൻ അവസരം തരൂ എന്നൊരാൾ ദുആ ചെയ്താൽ ദുആ എന്നല്ലത്. പക്ഷെ അങ്ങനെ ദുആ ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇത് തിരിച്ച് നമ്മൾ ചോദിക്കുക, മൊയ്തീൻ ഷേഖെ എനിക്ക് ബട്ടൺ ഇട്ട് തരൂ എന്ന് ഒരാൾ ചോദിച്ചാൽ ദുആ ആയിട്ട് അയാൾ ചെയ്താൽ അത് ശിർക്കല്ലേ? അല്ലെങ്കിൽ അല്ലാന്ന് ഇഷ്ടം പറയട്ടെ. ഇതന്നെ ജിന്നിനോട് ചോദിച്ചാലും, ജിന്ന് എനിക്ക് ബട്ടൺ ഇട്ട് തരും, മൊയ്തീൻ ഷേഖ് എനിക്ക് ബട്ടൺ ഇട്ട് തരും, ജിന്ന് എൻ്റെ ക്ലോസറ്റ് വൃത്തിയാക്കി തരും, മൊയ്തീൻ ഷേഖ് എൻ്റെ ക്ലോസറ്റ് വൃത്തിയാക്കി തരും എന്ന് വിചാരിച്ചിട്ട് വിശ്വസിച്ചിട്ട് അക്കീദോട് കൂടി ചോദിച്ചാൽ ശിർക്കാവും. അപ്പോൾ എന്തൊക്കെ അടവാണ് എടുക്കുന്നത്? എന്തിനാ ഈ അടവൊക്കെ എടുക്കുന്നത്? എങ്ങനെയെങ്കിലും ഇത് ശിർക്കല്ല. അങ്ങനെ ശിർക്കല്ല എന്ന് വിശ്വസിച്ചിട്ട് ഓരോ വിഷ്ടം കുട്ടിയും മരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ വിഷങ്ങളുടെ ഒരു പ്രശ്നം ഒന്ന് ആലോചിച്ച് നോക്ക്. സ്വന്തം പാളയത്തിലുള്ള ഓരോ മനുഷ്യനും മരിക്കേണ്ടത് ഇത് ശിർക്കല്ലെന്ന് വിശ്വസിച്ചിട്ട് വേണം. അവൻ മരിക്കുമ്പോൾ അവന് ഉത്തരം ചെയ്യുന്ന ജിന്നുണ്ടെന്ന് അവൻ വിചാരിക്കണം. ഉത്തരം ഞാൻ കുതിരത്തുള്ള ജിന്നുണ്ട്, ഞാൻ ചോദിച്ചാൽ കിട്ടുന്ന ജിന്നുണ്ട്, പക്ഷേ ഞാൻ ചോദിക്കൂല, അങ്ങനെ മരിപ്പിക്കണം. മാതല്ല അള്ളാഹു ഈ വിഷങ്ങളിൽ നിന്ന് ആ സമൂഹത്തെ നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ.